കോതമംഗലം വടാട്ടുപാറ പലവൻപടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 3 വിദ്യാർത്ഥികളെ കാണാതായി എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ? ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? എന്താണ് ഉണ്ടായത്? പക്ഷേ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 2 മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. കോതമംഗലത്തെ ദന്തൽ കോളേജ് വിദ്യാർത്ഥികൾ അടങ്ങുന്ന 9 അംഗ സംഘമാണ് കോതമംഗലം വടാട്ടുപാറയ്ക്ക് അടുത്തുള്ള പലവൻപടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഇവരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇവരിൽ 3 പേരെയാണ് ആദ്യം കാണാതായത്. പിന്നീട് ഈ 3 കണ്ടെത്തി കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുഴയിൽ തെരച്ചിൽ നടത്തി ഈ 3 കണ്ടെത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാനാവില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തിരുവല്ല, തിരുവനന്തപുരം, കോട്ടയം എന്നീ മേഖലകളിൽ നിന്നുള്ള 3 പേരുടെ ആരോഗ്യനിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. തിരുവല്ല സ്വദേശിയായ ബിയോൺ, തിരുവനന്തപുരം സ്വദേശിയായ ഹരീഷ്, കോട്ടയം സ്വദേശിയായ അതുൽ എന്നിങ്ങനെ 3 പേർക്കാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ളത്. ഇവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2 ആഴ്ച മുൻപാണ് ഇതേ പുഴയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് അസമന്നൂരിലെ ഒരു നഴ്സിംഗ് കോളേജിലെ 3 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. അതും കോട്ടയം, കൊല്ലം, മലപ്പുറം സ്വദേശികളായ 3 കുട്ടികളാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. കുട്ടമ്പുഴ പഞ്ചായത്തിന് പരിധിയിലാണ് ഈ പുഴ ഉൾപ്പെടുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അപകട മേഖലയാണ്, ഇറങ്ങരുത് എന്നൊക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സന്ദർശകരായി എത്തുന്നവർ അത് പാലിക്കാറില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വനത്തിൻ്റെ നടുവിലൂടെ, ഒത്ത നടുവിലൂടെ ഒഴുകുന്ന പുഴയാണ്. മാത്രമല്ല കയങ്ങളും ഉള്ള വലിയ ആഴമുള്ള പ്രദേശമാണ് പലയിടത്തും. ഇതൊന്നും അറിയാതെ ഇറങ്ങുന്നവരായിരിക്കാം പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. എന്തായിരുന്നാലും 3 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില അങ്ങേയറ്റം അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു.